ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം മറന്നു പോവും, വീണ്ടും ദുരന്തങ്ങളുണ്ടാവും, വീണ്ടും നമ്മൾ പോവും, വീണ്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇതാവും, നമ്മളെല്ലാവരും ചെല്ലാതല്ല. ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ്, ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം. മണ്ണ് പരിശോധനകൾ അത്തരം സ്ഥലങ്ങളിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ, കാലാവസ്ഥ പ്രവചന വകുപ്പിനെ എല്ലാത്തിനെയും കൂടിച്ചേർത്തുകൊണ്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയ ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. കേരളം മുഴുവൻ, വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏത് സമയത്തും അതിതീവ്ര മഴ പെയ്യാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, ചക്രവാത ചുഴി ഉണ്ടാകാം, സൈക്ലോൺ ഉണ്ടാകാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ കൂടി പറഞ്ഞതാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സർക്കാർ കാണാതെ പോകരുത്. ക്ലൈമറ്റ് ചേഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കെ-റെയിലിനെ എതിർത്തത്. ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് കെ-റെയിലിനെ എതിർത്തു. കേരളത്തിൽ 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി പോയതാണ്. അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തായിരുന്നു? പാരിസ്ഥിതികമായ വിഷയങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടു കൂടി നോക്കി കണ്ടുവേണം ഇനി പുതിയ നയങ്ങൾ രൂപീകരിക്കുക. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം.